ആലിബാബയും 40 കള്ളന്മാരും. പണ്ട് പണ്ട് പേർഷ്യയിലെ ഒരു പട്ടണത്തിൽ ആലിബാബ, കാസിം എന്നീ 2 സഹോദരന്മാർ ഉണ്ടായിരുന്നു. വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. വിവാഹപ്രായമായപ്പോൾ കാസിം വലിയൊരു പണക്കാരിയെ വിവാഹം കഴിച്ചു. ആ വിവാഹത്തോടെ അയാൾ പട്ടണത്തിലെ പേരുകേട്ട ഒരു കച്ചവടക്കാരനായി തീർന്നു. ആലിബാബയെ ഭാഗ്യം കടാക്ഷിച്ചില്ല. അയാൾക്ക് പറയത്തക്ക സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ വിവാഹം കഴിച്ച സ്ത്രീയും പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. എങ്കിലും കാസിമിനില്ലാത്ത ഒരു സ്വത്ത് ആലിബാബയ്ക്കുണ്ടായിരുന്നു. അയാൾ സൽസ്വഭാവിയായിരുന്നു, അതുപോലെ തന്നെ വിനയശീലനും. ആലിബാബ നിത്യവൃത്തിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടി. ദിവസവും രാവിലെ തന്നെ തൻ്റെ കഴുതയുമായി അയാൾ കാട്ടിലേക്ക് പോകും. വിറക് വെട്ടി കഴുതയുടെ പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് തിരിക്കും. അത് വിറ്റുകിട്ടുന്ന ചുരുങ്ങിയ വരുമാനം കൊണ്ടാണ് അയാളും കുടുംബവും ജീവിച്ചു പോന്നത്. കാസിം വലിയ ധനികനായിരുന്നുവെങ്കിലും അയാൾ ആലിബാബയെ സഹായിച്ചില്ല. ഒരു ദിവസം രാവിലെ ആലിബാബ പതിവ് പോലെ വിറക് വെട്ടാൻ കാട്ടിലേക്ക് പോയി. നല്ല വിറക് തേടി അയാൾ ഉൾക്കാട്ടിലെത്തി. വിറക് വെട്ടാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോഴേക്കും അയാൾ ഒരു വലിയ ശബ്ദം കേട്ടു. അത് കുതിരക്കുളമ്പടി പോലെ അയാൾക്ക് തോന്നി. ഈ ഘോരവനത്തിൽ ആരാണ് കുതിരപ്പുറത്ത് കടന്നു വരിക? വല്ല കള്ളന്മാരുമായിരിക്കുമോ? എങ്കിൽ രക്ഷയില്ല. ആലിബാബ വല്ലാതെ പേടിച്ചുപോയി. ശബ്ദം അടുത്തടുത്ത് വന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ആലിബാബ തീരുമാനിച്ചു. അയാൾ തൻ്റെ കഴുതയെ കുറ്റിക്കാട്ടിലെ ഒരു മരച്ചുവട്ടിൽ കെട്ടിയിട്ടു. ആർക്കും ഇപ്പോൾ ആ കഴുതയെ കാണാൻ കഴിയില്ല. അതിനുശേഷം അയാൾ അടുത്തുള്ള വലിയൊരു മരത്തിൽ വലിഞ്ഞു കയറി. ഇലകളുടെയും ചില്ലകളുടെയും ഇടയിൽ പതുങ്ങിയിരുന്നു. അവിടെയിരിക്കുന്ന അയാളെ ഇപ്പോൾ ആർക്കും കാണാൻ കഴിയില്ല. എന്നാൽ അയാൾക്കാകട്ടെ ഇലയുടെ ഇടയിൽ കൂടി എല്ലാം കാണുകയും ചെയ്യാം. ആലിബാബ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കുതിരകൾ കുതിച്ചു വരുന്നു. അവ അടുത്തെത്തിയപ്പോഴേക്കും കുതിരകളുടെ വേഗത കുറഞ്ഞു. ആലിബാബ ഇമ വെട്ടാതെ ആ കാഴ്ച നോക്കിയിരുന്നു. അവരുടെ കൈകളിൽ ആയുധങ്ങളുണ്ടായിരുന്നു. കുതിരകളുടെ പുറത്ത് നല്ല ഘനമുള്ള വീർത്ത സഞ്ചികൾ വച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ അവർ കള്ളന്മാർ തന്നെയാണെന്ന് ആലിബാബയ്ക്ക് തീർച്ചയായി. ആകെ 40 പേരുണ്ട്. അവർ ആലിബാബ ഇരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ എത്തി. പേടിച്ചു വിറച്ച് താൻ താഴെ വീഴുമോ എന്ന് ആലിബാബയ്ക്ക് തോന്നി. ആ മരത്തിൻ്റെ അടുത്ത് വലിയൊരു പാറയുണ്ടായിരുന്നു. ആ പാറയുടെ മുന്നിലെത്തിയപ്പോൾ എല്ലാവരും കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി. അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്നു. അയാൾ ആ സംഘത്തിൻ്റെ തലവനാണെന്ന് ആലിബാബയ്ക്ക് മനസ്സിലായി. അയാൾ പാറയുടെ അടുത്ത് ചെന്ന് ഉറക്കെ പറഞ്ഞു, തുറക്കണം സെസേം. പെട്ടെന്ന് മുന്നിലെ പാറ ഒരു വശത്തേക്ക് നീങ്ങി മാറി. തലവൻ ആ പാറയുടെ ഉള്ളിൽ കടന്നു. മറ്റുള്ളവർ കുതിരപ്പുറത്ത് നിന്നും സഞ്ചികൾ അഴിച്ചെടുത്തു. എന്നിട്ട് ആ സഞ്ചികളുമായി അവർ തലവനെ പിന്തുടർന്നു. എല്ലാവരും ഗുഹയ്ക്കകത്ത് കടന്നപ്പോൾ അതിൻ്റെ വാതിലടഞ്ഞു. പുറത്താരും ഉള്ളതായി ആലിബാബയ്ക്ക് തോന്നിയില്ല. എങ്കിലും മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അവർ ഉടനെ പുറത്തു വന്നാലോ എന്നയാൾ ഭയന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഗുഹയുടെ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു. തുടർന്ന് കള്ളന്മാരെല്ലാവരും പുറത്തു വന്നു. അവരുടെ കൈകളിൽ ഒഴിഞ്ഞ സഞ്ചികൾ ഉണ്ടായിരുന്നു. എല്ലാവരും പുറത്തെത്തിയപ്പോൾ തലവൻ വീണ്ടും പറഞ്ഞു, അടയ്ക്കൂ സെസേം. ഉടനെ പാറവാതിൽ അടഞ്ഞു. കള്ളന്മാർ കയറിയ കുതിരയുടെ കുളമ്പടി ശബ്ദം അങ്ങകലെ മറഞ്ഞപ്പോൾ ആലിബാബയ്ക്ക് സമാധാനമായി. അതോടെ അയാൾ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി. ആ ഗുഹയ്ക്കുള്ളിൽ എന്താണ് ഉള്ളതെന്നറിയാൻ അയാൾ ഗുഹയ്ക്കടുത്തേക്ക് ചെന്നു. കൊള്ളത്തലവൻ പറഞ്ഞ വാക്കുകൾ പരീക്ഷിക്കാൻ തന്നെ അയാൾ തീർച്ചപ്പെടുത്തി. ഒട്ടും താമസിച്ചില്ല. അയാൾ ഉറക്കെ പറഞ്ഞു, തുറക്കൂ സെസേം. അത്ഭുതം തന്നെ. ആ പാറവാതിൽ അതാ മലർക്കെ തുറന്നു. സന്തോഷം കൊണ്ട് മതിമറന്ന അയാൾ ഓടി ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. വളരെ വിശാലമായിരുന്നു ആ ഗുഹയുടെ ഉൾവശം. പാറയുടെ മുകളിലുള്ള ഒരു ദ്വാരത്തിൽ കൂടി പ്രകാശം അകത്തേക്ക് കടക്കുന്നുണ്ടായിരുന്നു. ആ വെട്ടത്തിൽ അപ്പോൾ അവിടെ കണ്ട കാഴ്ച അയാളെ അത്ഭുതപ്പെടുത്തി. സ്വർണത്തിൻ്റെ ഒരു കൂമ്പാരം, അതിനടുത്തായി വെള്ളി ആഭരണങ്ങളുടെയും പാത്രങ്ങളുടെയും വലിയ ശേഖരം, കൂടാതെ സിൽക്ക് തുണികൾ വേറെയും. കൊള്ള മുതൽ കണ്ട് ആലിബാബ അന്തിച്ച് നിന്നുപോയി. അധിക നേരം നോക്കി നിൽക്കുന്നത് ശരിയല്ല. കള്ളന്മാർ തിരികെ വന്നാലോ? പിന്നീട് ഒട്ടും താമസിച്ചില്ല. വലിയൊരു ചാക്കിൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ച് എടുത്ത് അയാൾ പുറത്തു കടന്നു.
അയാൾ പാറവാതിലിലേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു. അടയ്ക്കൂ സെസേം. പെട്ടെന്ന് വാതിൽ അടഞ്ഞു. ആലിബാബയ്ക്ക് സന്തോഷത്തോടൊപ്പം പരിഭ്രമവും തോന്നി. അയാൾ സ്വർണം നിറച്ച ചാക്ക് താങ്ങിയെടുത്ത് കഴുതയുടെ പുറത്തു വച്ച് കെട്ടി. എന്നിട്ട് കുറെ വിറക് കൊള്ളിയും മറ്റും അതിൻ്റെ പുറത്ത് വെച്ച് അത് മറച്ചു വെച്ചു. എന്നിട്ടയാൾ കഴുതയും നയിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് നടന്നു. ആലിബാബ തിടുക്കത്തിൽ വീട്ടിലേക്ക് വന്ന് ഉള്ളിലേക്ക് കടന്നു. എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്കുണ്ടായ സന്തോഷത്തിനും അത്ഭുതത്തിനും അതിരുണ്ടായിരുന്നില്ല. അയാൾ വിറക് കെട്ട് കഴുതപ്പുറത്ത് നിന്നും വലിച്ചു മാറ്റി. എന്നിട്ട് ഭാര്യയുടെ സഹായത്തോടെ സ്വർണം നിറച്ച ചാക്കുകെട്ട് വീടിനകത്തേക്ക് കൊണ്ടുപോയി. വാതിലടച്ച ശേഷം ആലിബാബ ചാക്കിൻ്റെ കെട്ടഴിച്ചു. സ്വർണത്തിൻ്റെ ഒരു കൂമ്പാരം, അതിൻ്റെ പ്രകാശം വീടിനകത്ത് മുഴുവൻ പരന്നുകൊണ്ടിരുന്നു. അവർക്കത് എത്രയുണ്ടെന്നറിയാൻ ധൃതിയായി. ഒരളവ് പാത്രത്തിൽ വാരി അളന്നു നോക്കുകയേ തരമുള്ളൂ. അങ്ങനെയൊരു പാത്രം ആലിബാബയുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ചേട്ടൻ കാസിമിൻ്റെ വീട്ടിൽ അളവ് പാത്രം ഉണ്ട്. അത് വാങ്ങിക്കൊണ്ട് വരാനായി ആലിബാബ ഭാര്യയെ അവിടേക്ക് പറഞ്ഞു വിട്ടു. ചേട്ടത്തി, ആ അളവ് പാത്രം ഒന്ന് തരുമോ? ആലിബാബയുടെ ഭാര്യ ചോദിച്ചു. അവർക്കെന്തിനാണിപ്പോൾ ഈ പാത്രം? കാസിമിൻ്റെ ഭാര്യ ചിന്തിച്ചു. ജിജ്ഞാസ അടക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അളവ് പാത്രത്തിൻ്റെ അടിയിൽ ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ കുറച്ച് പശ തേച്ച് വെച്ചു. അളക്കുന്ന സാധനം എന്തു തന്നെയായാലും അടിയിൽ അല്പം പറ്റാതിരിക്കുകയില്ലല്ലോ. അങ്ങനെ ഓർത്തുകൊണ്ട് വളരെ സ്വാഭാവികമായ രീതിയിൽ തന്നെ അവൾ പാത്രം കൊടുക്കുകയും ചെയ്തു. ആലിബാബയും ഭാര്യയും കൂടി സ്വർണം മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തി. എന്നിട്ട് അതെല്ലാം തോട്ടത്തിൽ ഒരിടത്ത് ഭദ്രമായി കുഴിച്ചിട്ടു. അപ്പോൾ തന്നെ അളവ് പാത്രം കാസിമിന് തിരികെ കൊടുക്കുവാൻ പുറപ്പെടുകയും ചെയ്തു.